ഹായ് എവരി വൺ. ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് കടലയ്ക്ക കറി വെക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് 2 കപ്പ് വെള്ളക്കടലയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം കുതിർക്കാൻ വെക്കാൻ. ഇത് ഓവർനൈറ്റ് കുതിർത്തതാണ്. ഇനി കടലയ്ക്ക വേവിക്കാൻ പോവുകയാണ്. കുക്കറിലാണ് വേവിക്കുന്നത്. കടലയ്ക്ക് നികക്ക് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി വേവിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ആവി വന്നിട്ട് വെയിറ്റ് വെക്കുന്നത്. കടലയ്ക്ക വേകുന്ന നേരത്തെ അതിനുള്ള അരപ്പുണ്ടാക്കാൻ തുടങ്ങുകയാണ്. കടലയ്ക്കുള്ള അരപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ അരിഞ്ഞത്. അരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ടൊമാറ്റോയാണ് ഇടുന്നത്, അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഉള്ളി, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സവോള, 2 വലിയ വെളുത്തുള്ളി പൊളർന്നെടുത്തിരിക്കുന്നതാണ്, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി. ഇതുപോലെ വെക്കുന്ന കടലയ്ക്ക കറിക്ക് ഈ ഇഞ്ചി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 5-6 ഇല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, അതിൻ്റെ ഇലയും തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. കുക്കറിൽ നിന്നും ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വെയിറ്റ് വെക്കുകയാണ്. വെയിറ്റ് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 12 മിനിറ്റാണ് വേവിക്കുന്നത്. വെയിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് 12 മിനിറ്റായി. ഇനിയും സ്റ്റൗ ഓഫാക്കുകയാണ്. കുക്കർ തണുക്കുന്ന സമയത്ത് അതിനുള്ള അരപ്പ് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടിക്ക് എടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുള്ളൂ, കാരണം ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഈ മസാലപ്പൊടി സ്വല്പം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. അരപ്പ് മൂപ്പിക്കുമ്പോൾ ഇത് കുതിർത്തിങ്ങനെ മൂപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പൊടി അതിലേക്ക് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കിന് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല കുതിർന്ന് ഇരിക്കും. ഞാൻ സാധാരണ ഇങ്ങനെ എപ്പോഴും അരപ്പ് മൂപ്പിക്കുമ്പം പൊടികൾ മൂപ്പിക്കുമ്പം ഇതുപോലെ കുഴച്ച് വെച്ചാണ് ചെയ്യാറുള്ളത്. അരപ്പ് മൂപ്പിക്കുന്നതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. വരുന്ന പാത്രമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെരിച്ച് പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കടുക് കൂട്ടാനായിട്ട് താമസിക്കും. ഇതിലേക്ക് സ്വല്പം കറിവേപ്പിലയാണ് ഇടുന്നത്. ഇനിയും മൂപ്പിക്കുന്നത് നമ്മൾ അരച്ച ഉള്ളിയും സവോളയും ഇഞ്ചിയും എല്ലാം കൂടാണ് മൂപ്പിക്കുന്നത്. പിന്നെ ആദ്യം കടുക് പൊട്ടിച്ചത് കൊണ്ട് പിന്നെ ലാസ്റ്റിൽ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി മൂപ്പിക്കാൻ. ഈ അരപ്പിൻ്റെ വെള്ളം പറ്റി. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ച് വെച്ച മസാലപ്പൊടി ചേർക്കുകയാണ്. ഈ അരപ്പിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്താണ് അരപ്പ് മൂപ്പിക്കുന്നത്. അരപ്പ് നന്നായിട്ട് മൂത്ത്. ഇനി ഇതിലേക്ക് ഞാൻ കടലയ്ക്ക ചേർക്കുകയാണ്. കടലയ്ക്ക ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ട് അതിൻ്റെ അരപ്പൊക്കെ ഇതിൽ പിടിക്കും. ഉപ്പ് വേണമെന്ന് വരിയിൽ ചേർക്കാം. നിങ്ങൾക്ക് ഇതിലും കുറുകിയിരിക്കണമെന്ന് വരിയിൽ സ്വല്പം കൂടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഒന്നും കൂടെ നന്നായിട്ട് കുറുകി വരും. ഈ കറി പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു മസാലക്കറിയാണിത്. നമ്മൾ സാധാരണ കടലയ്ക്ക വെക്കുന്ന രീതിയിലല്ല ഇത് വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പാകത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ സ്റ്റൗ ഓഫാക്കുന്നതിന് മുമ്പ് സ്വല്പം ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.